ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹലോ, എല്ലാവർക്കും എൻ്റെ ഫാമിലിയിലോട്ട് സ്വാഗതം. ചാനലിൽ രണ്ടാമത്തെ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഗിഫ്റ്റിനെ പറ്റി പറയാനാണ് കേട്ടോ ഈ വ്ളോഗ്. ഇന്ന് ഞായറാഴ്ചയാണ്, ഞങ്ങളെല്ലാവരും കൂടി പള്ളിയിൽ പോവാണ്. പള്ളിയിൽ പോക്ക് വലിയൊരു യാത്രയാണ്. 20-25 മിനിറ്റോളം എടുക്കും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 14 കിലോമീറ്ററോളം ഉണ്ട് പള്ളിയിലോട്ട്. അപ്പോൾ അത് കാരണം നേരത്തെ തന്നെ ജോലികളൊക്കെ തീർത്തിട്ട് വേണം പള്ളിയിലോട്ട് പോകാൻ. ഞങ്ങളിത്തിരി നേരം വൈകി പള്ളിയിലോട്ട് എത്തിയപ്പോൾ കേട്ടോ. മണ്ണന്തല റാണിഗിരി ചർച്ചാണ് കേട്ടോ എൻ്റെ ഇടവകപ്പള്ളി. ഞങ്ങളിത് അരമണിക്കൂറൊന്നും എടുത്തില്ല എന്ന് തോന്നുന്നു. ഒരു 20-25 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇപ്രാവശ്യം പള്ളിയിലെത്തി. അവിടെ കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിന്നൊരു 5 മിനിറ്റ് വൈകി കേട്ടോ പള്ളിയിലേക്ക് എത്താൻ. പരമാവധി ഞാൻ നേരത്തെ എത്താൻ നോക്കാറുണ്ട്. ഇന്ന് ഇത്തിരി വൈകിപ്പോയി. എല്ലാവരും ഒരുക്കി വന്നപ്പോൾ നേരം വൈകി. എൻ്റെ കുറ്റം തന്നെയാണ് കേട്ടോ. ശരിക്കും അങ്ങനെ വൈകാനൊന്നും പാടില്ല. മക്കൾക്കാണെങ്കിൽ കാറ്റീസം പഠിക്കാനായിട്ടുള്ള കാരണം 1 മണിയാവും വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ. ഒരുപാട് യാത്രയുള്ള കാരണം ക്ഷീണമാവും എത്തുമ്പോൾ. എനിക്കാണെങ്കിൽ ഇന്ന് ഗസ്റ്റുകൾ വരും. ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും വൈഫും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അവർക്കുള്ള ഫുഡ് ഒരുക്കണം. അങ്ങനെ കുറച്ച് പണികളായിരുന്നു. അങ്ങനെ അവർ വന്ന സമയത്ത് എനിക്ക് വീഡിയോയൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവരായിട്ട് ഇങ്ങനെ കത്തി വെച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഗസ്റ്റിന് ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റാണ് കേട്ടോ കൊടുത്തത്. പൊറോട്ട മാത്രം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി. ബാക്കിയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ ചേട്ടൻ്റെ വക ഒരു മയണൈസ് ഉണ്ടായിരുന്നു. അധികം ഓയിലും പച്ചമുട്ടയൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയണൈസ്. അതിൻ്റെ റെസിപ്പി ഞാൻ ചേട്ടൻ്റെ നിന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ദിവസം കാട്ടിത്തരണ്ടേ. നമുക്ക് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്കത് തിരുത്താനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഡെയിലി ബ്ലോഗ്സിൻ്റെ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് തുടങ്ങാനും ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനായിട്ടൊരു എളുപ്പമുണ്ട്. അപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, റിജി. അത് ഞങ്ങൾ സ്കൂൾ ലൈഫ് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വേറെ വ്ളോഗിൽ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് പറയുന്നതായിരിക്കും ഒന്നുകൂടി രസം ഉണ്ടാവുക. അപ്പോൾ അവൾ പറയുന്നുണ്ട് നീ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഫേസൊക്കെ ഒന്ന് കാണിക്കണം. ഞാൻ കുറേ ഇങ്ങനെ വോയിസ് ഓവർ തന്നെ കൊടുക്കാനേ ഫേസൊക്കെ കാട്ടി കഴിഞ്ഞ് അങ്ങനെ സംസാരിക്കുമ്പോൾ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ ശരിയാണെന്ന് വെച്ചാൽ കുറച്ച് അങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ വരുത്താം എന്നൊക്കെ വിചാരിക്കുക. അപ്പം ഞാനിങ്ങനെ സംസാരിക്കും. എനിക്ക് എന്തോരം നന്നാവുന്നൊന്നും അറിയില്ല, എന്നാലും പറ്റുന്ന പോലെ ഞാൻ സംസാരിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്തെങ്കിലും ഇപ്പം ഞാൻ ചെയ്യേണ്ടത് പെർഫെക്റ്റ് ഒന്നും ആവണമെന്നൊന്നുമില്ലല്ലോ. ഒരുപാട് തെറ്റുകളൊക്കെ പറ്റാം. നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടില്ലല്ലോ. അപ്പം എന്തെങ്കിലും ഇപ്പം ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്ന് തിരുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ ചേച്ചിമാരായിട്ടും അമ്മമാരായിട്ടും ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ അനിയത്തിമാരായാലും അവർക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം ചേച്ചിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ തെറ്റ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഉപകാരപ്രദമായിരിക്കും. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറച്ച് നാൾ മുന്നേ ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയെങ്കിലും പിന്നെ ഒന്ന് സ്റ്റോപ്പായി. പിന്നെ വീണ്ടും മക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ ഒരു ബോറടിയൊക്കെ മാറ്റാനും അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും എനിക്ക് ഭയങ്കര സബ്സ്ക്രൈബേഴ്സോ മോണിറ്റൈസറോ അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷേ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം വേണമല്ലോ. എന്തായാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റും. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്നൊരു ഏണിങ്സൊക്കെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏണിങ്സിനേക്കാളും കൂടുതലായിട്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. കാരണം ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ക്ലാരിറ്റി അധികം ഉണ്ടായിരുന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണ് ഫ്രണ്ട്സ്. അപ്പോൾ ക്ലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കാണുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ക്യാമറയൊക്കെ വാങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും മുതൽ മുടക്കാനായിട്ട് ചെക്കിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ക്യാമറ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ചേട്ടനും അത്യാവശ്യം ടൈറ്റിലൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പം ചേട്ടൻ എന്ന് വെച്ചാൽ നമുക്ക് ക്യാമറ വാങ്ങാം, നന്നായിട്ട് നീ ചെയ്യണം, നീ ചെയ്യാതൊന്നും ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ക്യാമറ വാങ്ങാൻ സമ്മതിച്ചു. ചേട്ടൻ ക്യാമറ വാങ്ങി തന്നു. അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഞാൻ മുന്നേ ചെയ്ത് ഞാൻ ഓൾറെഡി എൻ്റെ ആക്രാന്തം മൊത്തിട്ട് ഞാനതൊക്കെ തുറന്ന് നോക്കിയായിരുന്നു. അതിൻ്റെ പെട്ടിയൊക്കെ പിള്ളേരെ എവിടെയൊക്കെയോ കൊണ്ട് വെച്ചു. ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണാനില്ല.
പക്ഷേ എൻ്റെ ജീവിതത്തിൽ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അറിയിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ അറിയിക്കാനാണ് ഈ വീഡിയോ. ചേട്ടൻ വാങ്ങി തന്നത് സോണിയുടെ ക്യാമറയാണ്, വ്ളോഗിങ് ക്യാമറയാണ് കേട്ടോ. ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇത് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വലിയ പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചതാണ്. ഇതിൻ്റെ ഉള്ളിലൊരു കഴുത്തിലിടാനായിട്ട് വെള്ളിയൊക്കെ കിട്ടും. പക്ഷെ അത് ഞാനിങ്ങനെ ട്രൈപോഡിൽ വെച്ച് നോക്കിയപ്പോൾ അത് കുരുങ്ങുക. എനിക്ക് പേടി, ഇനിയിപ്പോൾ വീണ് പൊട്ടുമോ, ഇത് താഴെ വീണ് പൊട്ടുമോ എന്നൊക്കെ. ഏതാണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയും കാലമുള്ളതും ഇങ്ങനൊരു ക്യാമറ ഞാൻ കൈ പിടിക്കണം. ഞാൻ ഫോണിൻ്റെ ആയിരുന്നു മുന്നൊക്കെ എടുത്തിരുന്നത്. ഏതാണ്ട് പണ്ടുള്ള ആൾക്കാർ ഈ പട്ടിയുടെ കയ്യിൽ പൊട്ട തങ്ങി കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ഇതുകൊണ്ട് വീഡിയോ എടുക്കാൻ ചേട്ടൻ പറഞ്ഞു. പക്ഷെ ഇത് എടുക്കുമ്പോൾ ദൈവം വീഴാവോ പൊട്ടാവോ എന്നൊക്കെയുള്ളൊരു പേടി. ചിലപ്പോൾ ആദ്യത്തെ ഒരു ഇതുണ്ടാക്കിയാവും, പിന്നെ മാറുമായിരിക്കും. ഇത് വ്ളോഗിങ് ക്യാമറയാണ് കേട്ടോ. ഇത് ഡെഡ് ക്യാറ്റൊക്കെ വരുന്നുണ്ട്, നമ്മളിതിലൊക്കെ ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് സൂമിങ്ങിൻ്റെ നമുക്കിങ്ങനെ കാണണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെറുതെ തിരിക്കൊന്നും വേണ്ട, എവിടെയൊന്നും തിരിക്കൊന്നും വേണ്ട, തിരിച്ചാലാവും. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ സൂമാവും, ഇത് സൂം ഔട്ടാവും, അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമായിട്ട് തോന്നി. ഇതിന് റേറ്റ് വരുന്നത് 61 എബവ് ആണ് വരുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഈ ക്യാമറയിൽ പറ്റും. ഇതിനേക്കാളും വലിയ ഓപ്ഷൻസും സംഭവങ്ങളും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിത് മതി. ഞാൻ കുറച്ച് തുടക്കക്കാരി എന്ന നിലയിൽ എനിക്കിത് വലിയൊരു കാര്യമാണ്. ഇത്രയും വിലയിലൊക്കെ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ചേട്ടനോട് സോണിയിലാകുമ്പോൾ പിന്നെ കുറേ നാൾ നിന്നോളില്ലോ ഒന്നും. ഇതിൻ്റെ മോഡല് ZV-E10 ആണ് കേട്ടോ. ZV-E10, സോണി ZV-E10. കുഴപ്പമില്ല. നമുക്കിങ്ങനെ അത്യാവശ്യം സൗണ്ട് റെക്കോർഡും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലൊക്കെ കിട്ടും. പിന്നെ ഈ ഡെഡ് ക്യാറ്റുള്ള കാരണം നമ്മൾ വിൻഡിനൊക്കെ ആ സ്വരങ്ങളൊക്കെ ഇല്ലാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ നമുക്ക് എക്സ്ട്രാ മൈക്ക് വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഞാനിപ്പോൾ എക്സ്ട്രാ മൈക്കൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറ, സോണിയുടെ ZV-E10. പിന്നെ ഇതിനോട് ഒരു ഡെഡ് ക്യാറ്റൊക്കെ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷനാണ്. പിന്നെ ഇതിൽ 3 മോഡുകൾ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഇത് ഫോട്ടോ, വീണ്ടും ഞാൻ അത് കാട്ടി തരാം മോഡ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓണാക്കുമ്പോൾ ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് നമ്മൾ ആദ്യ സാധനം അത് ചെയ്തിട്ട് ഓണാക്കിയിട്ട് നമ്മളിതിപ്പോൾ ഇത് ഫോട്ടോയുടെ മോഡാണ്, ഇത് റെക്കോർഡിങ്ങിൻ്റെ, ഇത് സ്ലോ മോഷൻ്റെ. നമുക്ക് റെക്കോർഡിംഗ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്യാം അങ്ങനെ. പിന്നെ നമുക്കിത് റെക്കോർഡ് ചെയ്യുമ്പോൾ കണ്ടോ, ഈ സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനായിട്ടുള്ള സംഭവം നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ ആക്കിയാലും പറ്റും. പക്ഷെ നമ്മളിങ്ങനെ ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ ഞാൻ കാട്ടിത്തരാം. കണ്ടോ, ഇങ്ങനെ പറ്റും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ വേറെ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ റെക്കോർഡായും. പിന്നെ ഇത് ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇത് റെക്കോർഡാവുമ്പോൾ കണ്ടോ നമുക്ക് ഇവിടെ റെഡ് ലൈറ്റ് എപ്പോഴും കത്തി ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ് വ്ളോഗ് ചെയ്യുമ്പോൾ. പിന്നെ ഈ ബട്ടൺ മേലെ ഞെക്കി കഴിഞ്ഞാൽ നമുക്കത് കഴിയും. പിന്നെ വേറെ ഒരു കാര്യം, നമുക്കിങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് കണ്ടോ, ഇതിപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ അതല്ല, നമുക്കിത് ഇങ്ങനെ തിരിച്ചിട്ട് നമുക്കിങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ കണ്ടോ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ വരും നമുക്കിങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ശരിക്ക് നമ്മുടെ മുഖം ശരിക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്കത് അറിയാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ കഴിഞ്ഞു. പിന്നെ ഇത് എനിക്ക് ആദ്യം ഉപയോഗിക്കുന്നതിനൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ ഞാൻ ചെയ്ത് പഠിക്കും. അപ്പോൾ എന്താ പറയുക, എനിക്ക് ക്യാമറ കിട്ടിയതിൻ്റെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇന്നത്തെ ഈ വ്ളോഗ്. അപ്പോൾ എനിക്കിത് വാങ്ങി തന്ന എൻ്റെ ചേട്ടന് ഒത്തിരി നന്ദി. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ.